5 പേരടങ്ങിയ ഒരു കുടുംബത്തിലെ ജൈവ മാലിന്യത്തിൽ നിന്ന് ഓരോ വർഷവും നമുക്ക് 6000 രൂപ വിലയുള്ള ജൈവവളം നിർമ്മിക്കാനായിട്ട് സാധിക്കും. അതെങ്ങനെയെന്ന് A to Z ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണാം. അപ്പോൾ നമ്മുടെ നാട്ടിൽ വേസ്റ്റിൻ്റെ പ്രശ്നങ്ങളെല്ലാം പരിഹാരമായിട്ടാണ് ഈ ജീബിൻ എന്ന് പറഞ്ഞ ഈ ഒരു വേസ്റ്റ് കമ്പോസ്റ്റ് ആക്കുന്ന പ്രോഡക്റ്റ് വന്നിരിക്കുന്നത്. എന്തായാലും ഞങ്ങളിത് യൂസ് ചെയ്യാനായിട്ട് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കൃഷിലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലെ കിച്ചൺ വേസ്റ്റുകളൊക്കെ കൊണ്ട് നമുക്ക് ഏറ്റവും ഗുണമേന്മയുള്ള ജൈവവളം എങ്ങനെയാണ് തയ്യാറാക്കുന്നത്. നമ്മൾ ഓർഗാനിക് മാനുവേഴ്സ് ഒക്കെ വാങ്ങിക്കാനായിട്ട് പൈസ കൊടുക്കുന്നവരാണ് അല്ലേ. അതിന് വേണ്ട, അതിന് പരിഹാരമായിട്ട് നമുക്ക് ഒരു അടിപൊളി ജൈവവളം നമ്മുടെ വീട്ടിൽ തയ്യാറാക്കാം. അതിനുള്ള ഒരു എളുപ്പ വഴിയാണ് ഇന്നത്തെ വീഡിയോയിൽ. 5 പേരുള്ള ഒരു വീട്ടിൽ നിന്ന് നമുക്ക് ഒരു മാസം കൊണ്ട് തന്നെ 10 കിലോ ജൈവവളം നമുക്ക് ഉണ്ടാക്കാം. നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന പച്ചക്കറി വേസ്റ്റും കാര്യങ്ങളും ബാലൻസ് വരുന്ന ചോറും കാര്യങ്ങളും എല്ലാം നമുക്ക് ഈ ഒരു വളം ഉണ്ടാക്കാനായിട്ട് നമുക്ക് കമ്പോസ്റ്റ് പിന്നിൽ ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പം നമുക്കറിയാം, ടൗണിലൊക്കെ താമസിക്കുന്നവരുടെ വലിയൊരു പ്രശ്നമാണ് വേസ്റ്റ് നമുക്ക് എങ്ങനെയാണ് ഡിസ്പോസ് ചെയ്യുക. വേസ്റ്റ് എടുക്കാൻ ആൾ വരുമെങ്കിലും ഇപ്പോൾ ഒരു ദിവസം 2 ദിവസമൊക്കെ വന്നില്ലെങ്കിലുള്ള കഷ്ടപ്പാട് ഭയങ്കര വലുതാണ്. ഞങ്ങൾ കൊച്ചിയിൽ താമസിക്കുമ്പോൾ അനുഭവിച്ചിട്ടുള്ളൊരു കാര്യമാണ്. ഇവിടെ ആണെങ്കിലും നമ്മൾ വലിച്ചുവാരി ഇട്ട് കഴിഞ്ഞാൽ അത് വളവായി പോകാനൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് വളരെ യൂസ്ഫുള്ളായിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒന്നാണ്. നമ്മൾ വേസ്റ്റ് കമ്പോസ്റ്റാക്കി ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ, എല്ലാവർക്കും അത് സാധിക്കുമെങ്കിൽ അത് വളരെ എളുപ്പമാണ്. അതുപോലെ തന്നെ നമ്മുടെ കുറച്ച് സ്ഥലത്ത് നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെയാണ് ഇതിൻ്റെ ഒരു മേന്മ. അപ്പോൾ നമ്മൾ ജീബിൻ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറയുന്നത് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. അതായത് നമ്മൾ മുട്ടത്തോട് അതേപോലെ തന്നെ കൊണ്ടുവന്ന് ഇടരുത്. നമ്മൾ പൊടിച്ച് ചെടിച്ചട്ടിയിലൊക്കെ ഇടത്തില്ലേ വളമായിട്ട്, അപ്പോൾ അതേപോലെ നമുക്ക് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കാം. പഴത്തൊലിയാണെങ്കിൽ ഏത്തപ്പഴത്തിൻ്റെയൊക്കെ തൊലി ഇടുമ്പോൾ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുത്താൽ നമുക്ക് പെട്ടെന്ന് കമ്പോസ്റ്റായിട്ട് കിട്ടാനായിട്ട് അത് ഉപകരിക്കും. നമുക്ക് മീനിൻ്റെ വേസ്റ്റൊക്കെ നമുക്കിടാം, പക്ഷേ ലിക്വിഡായിട്ടുള്ളത് ഒഴിക്കാതിരിക്കുക. അതായത് കഞ്ഞിവെള്ളമൊക്കെ അങ്ങനെ ഒഴിക്കാതിരിക്കുക. നമ്മൾ കഞ്ഞി ബാക്കിയൊക്കെ വന്നത് നേരിട്ട് ഒഴിക്കാതെ വെള്ളം ഊറ്റി കളഞ്ഞതിന് ശേഷം, അതല്ലെങ്കിൽ നമുക്ക് കഞ്ഞിവെള്ളം വേറെ വളമായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണല്ലോ. അപ്പോൾ തന്നെ നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഒന്ന് പുളിപ്പിച്ച് കഴിഞ്ഞാൽ അത് ഉഗ്രം വളമാണ്. അപ്പോൾ ചോറോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളോ ഒക്കെ നമുക്ക് ഡ്രൈ ആയിട്ടുള്ള ഒരുപാട് വാട്ടറി അല്ലാത്ത കാര്യങ്ങളൊക്കെ തന്നെ നമുക്കിതിൽ യൂസ് ചെയ്യാം. ഇപ്പോൾ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്കും സ്ഥലപരിമിതി ഉള്ളവർക്കും എല്ലാവർക്കും കൊച്ചു കാര്യങ്ങളെങ്കിലും കൃഷി ചെയ്യാനായിട്ട് ഇഷ്ടമാണ്. ഒന്നെങ്കിൽ പച്ചമുളക് അല്ലെങ്കിൽ കറിവേപ്പില ഒക്കെ നട്ടു വളർത്താത്ത ആരും തന്നെയല്ല. അപ്പോൾ അവർക്കുള്ള വളം അവരുടെ വീട്ടിൽ തന്നെ നമ്മുടെ ഫുഡ് വേസ്റ്റിൽ നിന്നൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുവാണെങ്കിൽ വേസ്റ്റ് നമുക്ക് വലിച്ചെറിയുന്ന ആ ഒരു സംസ്കാരം നമുക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ മാറ്റിയെടുക്കാൻ കഴിയും. നമ്മളെല്ലാവരും വീടും പരിസരമൊക്കെ വളരെ നന്നാക്കിയിടാൻ ആഗ്രഹിക്കുന്നവരാണ്. പക്ഷേ നമ്മുടെ ഈ ഫുഡ് വേസ്റ്റും കാര്യങ്ങളും ഒക്കെ കൊണ്ടുപോയി റോഡിലും പരിസരത്തും കുമിഞ്ഞു കൂടി കിടക്കും. പ്രത്യേകിച്ച് മഴക്കാലത്തൊക്കെ പോകുമ്പോൾ വല്ലാത്ത ദുർഗന്ധമൊക്കെയാണ്. അപ്പോൾ അത്തരം പ്രശ്നങ്ങൾക്കെല്ലാം ഇതൊരു പരിഹാരമാണ്. ഇതാണ് നമ്മുടെ ജീബിൻ വേസ്റ്റ് കമ്പോസ്റ്റ് ആക്കുന്നതിനുള്ള ബിന്നാണ്. റെഡിയായി ഇവിടെ ഇരിപ്പുണ്ട്. ഇതിന് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് ആളിപ്പോൾ വരും. എന്നിട്ട് വേണം ഇത് കറക്റ്റായിട്ട് ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കാനായിട്ട്. വളരെ സിമ്പിളാണ്. നമുക്ക് ഇപ്പോൾ കൊച്ചിയിലൊക്കെ താമസിക്കുന്നവർക്ക് അല്ലെങ്കിൽ ടൗണിലൊക്കെ താമസിക്കുന്നവർക്ക് വേസ്റ്റ് കമ്പോസ്റ്റ് ആക്കാനായിട്ട് വളരെ എളുപ്പമായിട്ടുള്ളൊരു സംവിധാനമാണ്. കാഞ്ഞിരപ്പള്ളി അമൽ ജ്യോതി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിലെ സ്റ്റാർട്ടപ്പ് സംരംഭമായ ഫോബ് സൊല്യൂഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് ജീബിൻ പുറത്തിറക്കിയിരിക്കുന്നത്. കേരള സർക്കാരിൻ്റെ ശുചിത്വ മിഷൻ അംഗീകാരം നേടിയിട്ടുള്ള ഒരു ഉൽപ്പന്നം കൂടിയാണ് ജീബിൻ. അപ്പോൾ ആളുടെ പേര് ജോസഫ് എന്നാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടത് കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ടൊന്ന് പറഞ്ഞു തരാനാണ് പോകുന്നത്. അപ്പോൾ ഇതെല്ലാം ഓരോ പീസായിട്ടുള്ള സംഭവമാണ്. ഇത് നമുക്കിങ്ങനെ എടുക്കാം. ഇത് ഡബിൾ ലെയർ ആണ് അല്ലേ? ഡബിൾ ലെയർ ആണ്. ഇതാണ് പേസറിങ്. പേസറിങ് ആണ് നമ്മൾ ആദ്യം സെറ്റ് ചെയ്യുന്നത്. നമ്മൾ ഏറ്റവും അടിയിൽ വെക്കണം. ഏറ്റവും അടിയിൽ വെക്കുന്നതാണ് ഇത് പേസറിങ്. ഇത് കഴിഞ്ഞിട്ട് ഇത് ഇന്നർ സെറ്റ്. ഇന്നർ അടുത്ത സെക്കൻഡ് ഇത് നമ്മൾ സെറ്റ് ചെയ്യുവാണ്. ഇത് കഴിഞ്ഞ് ഇതാണ് ഫിൽറ്റർ പ്ലേറ്റ്. ഈ കുളിവുള്ള ഭാഗം മേലിലോട്ട് വരണം. ഇതിനെ തിരിച്ച് ചെയ്യരുത്. മനസ്സിലായി. അത് നമ്മൾ അതിന്റെ അടിയിലേക്ക് വെക്കണം. അടിയിലോട്ട് വെക്കണം. ഇതാണ് അതിന്റെ മുകളിലെ കവറിങ് ഔട്ടർ. മനസ്സിലായി. അത് കറക്റ്റ് അതിനകത്ത് പോയിന്റ് ഉണ്ട്. ആ ഇതിൽ വെട്ടിലേക്ക് വെക്കണം. വെട്ടിൽ അപ്പൊ നമ്മളിപ്പോ ഫസ്റ്റ് സെറ്റ് ചെയ്യും. ഫസ്റ്റ് യൂണിറ്റ് സെറ്റ് ചെയ്തു. ഇത് എല്ലാം 3 പിന്നാണ്. ഒരേ 3 പിന്ന. ഇത് 3 ഒരേ സിസ്റ്റമാണ്. ഇപ്പൊ ഒരെണ്ണം സെറ്റ് ചെയ്തു. അടുത്ത സെക്കൻഡ് യൂണിറ്റ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകും.
അപ്പൊ അത് അടിയിലെ പോലെ തന്നെ സംഭവം. മൂന്നും ഒരേ സിസ്റ്റം. അപ്പൊ മൂന്നും സെപ്പറേറ്റ് ആണ്. സെപ്പറേറ്റാ, 3 യൂണിറ്റാ, 3 സെപ്പറേറ്റാ. മനസ്സിലായി. അപ്പൊ അടുത്ത യൂണിറ്റാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിന്റെ ഉള്ളില് മറ്റേ ഇത് സംഭവം ഓൾറെഡി ഉണ്ട്. ഇപ്പൊ ഇത് ആദ്യം കാണിച്ചു, രണ്ടാമത് അത് നമ്മൾ ശരിക്കും ഇറക്കിയിട്ട് ഇത് സെറ്റായി. ഇത് ലോക്ക ഇത് സെറ്റായി. അടുത്ത മൂന്നാമത്. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഉള്ളിലൊരു സ്റ്റെപ്പ് ഉണ്ട്, അതിന്റെ പുറത്താണ് ഇത് ഇറക്കി വെച്ച ലോക്കൽ സെറ്റ് ചെയ്ത് വെച്ചാൽ നമ്മളെ പുഴുവും കാര്യങ്ങളും ഒന്നും അങ്ങനെയൊന്നും ഉണ്ടാവില്ലല്ലോ. അങ്ങനെ ഒന്നും ഉണ്ടാവില്ല, സ്മെല്ലൊന്നും വരില്ല. അപ്പൊ ഇതിന്റെ ഈ ഹോളുകളും കാര്യങ്ങളുടെ ഉപയോഗം എന്താ? ഈ എയർ സർക്കുലേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതിനകത്തുള്ള സൈഡെല്ലാം മൊത്തം അകത്തും ഇന്നറിനകത്തും ഔട്ടറിനകത്തും എല്ലാം ഹോളാണ്. ഒരുപാട് ഹോൾസ് ഉണ്ട്. ഇതിനകത്ത് 5400 ഹോളുണ്ട്. ഇതിനകത്ത് രണ്ടെണ്ണത്തിനകത്ത് ഒരു യൂണിറ്റിന്. അത് എയറിന് സർക്കുലേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ടെക്നിക്കലായിട്ട് ചെയ്തിരിക്കുന്നത്. പിന്നാണ് അപ്പൊ അത് ഓക്സിജൻ കയറിയാണ് നമ്മൾക്ക് ഇതിനകത്ത് കൂടുതൽ പ്രോസസ്സിംഗ് നടക്കണമെങ്കിൽ, കുറച്ച് സ്പീഡിൽ നടക്കണമെങ്കിൽ എയർ സർക്കുലേഷൻ കിട്ടണം. എയർ സർക്കുലേഷൻ കിട്ടാതെ വരുമ്പോഴാണ് ഇതിനകത്ത് സ്മെൽ ഉണ്ടാകുന്നത്. അപ്പൊ ഓക്സിജൻ ഇങ്ങോട്ട് വലിക്കും, അങ്ങോട്ട് പുറത്തേക്കൊന്നും പോകില്ല. ശരി. അപ്പൊ നമ്മൾ മൂന്നാമതാണ് സെറ്റ് ചെയ്യുന്നത്. ഇപ്പൊ മൂന്നാമത് സെറ്റ് ചെയ്യുമ്പോൾ ഞാൻ പഠിച്ചു, ഞാൻ വെക്കാം അടുത്തത്. അല്ല, മൂന്നാമത് യൂണിറ്റ് നമ്മളിപ്പം അടുത്ത് ഉപയോഗിക്കാൻ പോവുകയാണ്. അപ്പൊ അതിനുള്ള ഈ പൊടിയും ഇത് എടുക്കുക, മൂന്നാമത് പൊടി സെറ്റ് ചെയ്യുകയാണ്. അപ്പൊ നമ്മൾ ആഴ്ചയിൽ പൊടി ഇതിനകത്ത് നമ്മൾ പൊടിയുന്നത് എന്നാന്ന് വെച്ചാൽ, ഇത് നമ്മൾ സപ്പോസ് ഇത് ഫിൽറ്ററാണ്. ഇപ്പൊ ഇതിനകത്ത് നമ്മൾ ഒരു സംശയം, ഈ പൊടി എന്ന് പറഞ്ഞപ്പോ എന്താണ് ഈ പൊടി എന്ന് പറയുമ്പോൾ ഇതിനകത്തെല്ലാം മൈക്രോബ്സ് ഉണ്ട്. ഇത് നമ്മൾ 2 കാര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്. ആദ്യത്തെ കാര്യത്തിന് വേണ്ടി എന്ന് പറഞ്ഞാൽ ഇത് എയർ സർക്കുലേഷൻ കിട്ടാൻ വേണ്ടി, പിന്നെ ഇത് വേസ്റ്റിനകത്ത് വെള്ളമാണല്ലോ, ആ വെള്ളം അബ്സർവ് ചെയ്യാൻ വേണ്ടിയാണ് ഇത് നമ്മൾ ഈ ചകിരിച്ചോറ് ഉപയോഗിക്കുന്നത്. ഒരു പക്ഷേ നമ്മൾ ഇടണയിൽ സ്വല്പം വെള്ളത്തിന്റെ അംശം ഉണ്ടെങ്കിലും ഇത് വലിച്ചു പോകും. ഇത് വലിച്ചെടുത്തോളൂ, അബ്സർവ് ചെയ്തോളൂ. അപ്പൊ വെള്ളത്തിന്റെ പ്രശ്നം വരികയില്ല. ഈ സപ്പോസ് നമ്മുടെ ഈ പൊടിയുടെ അളവ് ഇതിനകത്ത് നമ്മൾ വേസ്റ്റ് ഇട്ടിട്ട് പൊടിയുടെ അളവ് കുറയുവാണെങ്കിൽ ഈ വെള്ളം താഴോട്ട് ഇറങ്ങി വരും. ഇത് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഇത് അബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിനകത്ത്. പക്ഷേ വെള്ളം വന്നാലും ഇതിൽ കവർ ചെയ്ത് പോകണം. അപ്പൊ നമ്മളിപ്പോ ഇതിനകത്ത് ചകിരിച്ചോറാണ്, അതിനകത്ത് പിന്നെ വേറെ ഇതിനകത്ത് മൈക്രോബ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മളിപ്പോ ഇത് നമുക്കിപ്പോ ഒരു ചാക്ക് കിട്ടി, നമ്മൾ ഈ സെറ്റ് ചെയ്യണതോട് കൂടി അത് കഴിഞ്ഞിട്ട് വന്നാൽ നമുക്ക് എങ്ങനെ കിട്ടും? ഞങ്ങളുടെ ഓഫീസ് എല്ലായിടത്തും വിളിച്ച് പറഞ്ഞാൽ മതി. ഞങ്ങൾ ഓരോ ഡിസ്ട്രിക്റ്റിലും ഓരോ ഏരിയയിലും ഞങ്ങൾ ഡിസ്ട്രിബ്യൂട്ടർമാരുണ്ട്, അവർ എത്തിച്ചു തരും. ഇപ്പൊ ഇതിനകത്ത് നമ്മൾ ആദ്യം വേസ്റ്റ് ഇടുന്നതിന് മുന്നേ ഇതിനകത്ത് ഒരു ഒരിഞ്ച് കണത്തിന് ഇതിനകത്ത് ഇട്ടേക്കണം. എന്നിട്ടാണ് ഇതിന്റെ മേലിൽ നമ്മൾ വേസ്റ്റ് ഇടുന്നത്. ചകിരിച്ചോറും കാര്യങ്ങളും ഇട്ടത്. മറ്റേത് നമ്മൾ സേഫ്റ്റിക്ക് വേണ്ടി ഇട്ടതാ. ഇപ്പൊ ഇതിനകത്ത് നമ്മൾ വേസ്റ്റ് നിക്ഷേപം ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ ഇതിനകത്ത് നമ്മൾ വേസ്റ്റ് ഇടുമ്പോഴെല്ലാം ഈ പൊടിയും കൂടെ നമ്മൾ മേലോട്ട് കവർ ചെയ്ത് കൊടുക്കണം. അപ്പൊ നമ്മൾ ഇതിനകത്ത് ഇപ്പൊ പൊടി ഇട്ടു, ഇനി നമ്മൾ ഇന്നത്തെ വേസ്റ്റ് ഇട്ടു. അപ്പൊ അതിന്റെ മുകളിൽ അതിനകത്ത് എല്ലാം പൊടി കവർ ചെയ്ത് കൊടുക്കണം. ഇതാണ് ടോപ്പ് റിങ്. നമ്മൾ യൂസ് ചെയ്യുന്നതിൻ്റെ മേലിലെ എല്ലാ പിന്നിൻ്റെ മേലെ ഈ 3 പിന്നിൻ്റെ നമ്മൾ ഇത് ഒരെണ്ണം നിറഞ്ഞ് നമ്മൾ താത്തു വയ്ക്കുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന പിന്ന് ഇത് ഹോളുള്ള റിങ്ങാണ്. നമ്മൾ യൂസ് ചെയ്യുന്ന പിന്നിൻ്റെ മേലിൽ ഇത് വരണം. ഏറ്റവും ടോപ്പിൽ മാത്രമാണ് ഇങ്ങനെ ഒരെണ്ണം ഉണ്ടാവുക അല്ലേ? ഉണ്ടാവുക. ബാക്കിയുള്ളതെല്ലാം സീറ്റിംഗ് ആയി. ഇനി നമുക്ക് ഇതിൽ വേസ്റ്റ് ഇടാം. അപ്പൊ നമ്മൾ വേസ്റ്റ് എടുത്ത് വെച്ചേക്കാം. ഇന്ന് ഏതായാലും സെറ്റ് ചെയ്യാണല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ. അപ്പോൾ ഇതിനകത്ത് ഇത്ര വലിയ പീസായിട്ട് ഉള്ളത് 1, 2 ഒന്ന് ചെറുതാക്കി ഇടുക. ഇത്രയും വലിപ്പമുള്ള സാധനത്തിനെ നമ്മൾ ചെറുതാക്കണം. ഒന്ന് ചെറുതാക്കി ഇടണം. ഇതുപോലെ തന്നെ ഇതിപ്പോ ക്യാപ്സിക്കത്തിന്റെ തണ്ടാണ്. അപ്പൊ ഇത് നമ്മൾ ചെറുതാക്കി കത്തിക്ക് തന്നെ ആ എടുക്കുമ്പോൾ തന്നെ കട്ട് ചെയ്ത് ഇട്ടാൽ മതി. പിന്നെ അതുപോലെ ഇത് ഒരു 2 പീസായിട്ട് ഇത് പഴത്തിന്റെ സംഭവമാണ്. ഇതുപോലെ ഓരോന്ന് ഇടാം. അതുപോലെ അത്ര ചെറുതാക്കണമെന്നില്ല, ഇത്ര എളുപ്പത്തിൽ കൂടുതലായിട്ട് പൊടിഞ്ഞ് കിടക്കണം, അത്രയേ ഉള്ളൂ. പിന്നെ അതുപോലെ മീൻ്റെയും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അതുപോലെ നമ്മൾ ചെറുതാക്കി ഇടാം. നമ്മളിപ്പോൾ വേസ്റ്റ് ഇട്ടു. ഇതിനകത്ത് നമ്മളിപ്പോൾ അടുത്ത് ഇപ്പം ഇതിൻ്റെ വേസ്റ്റിന് ഇത്ര പൊടി നമ്മൾ വേസ്റ്റ് ഇട്ടു, അതിൻ്റെ മേലിൽ ഇത് കവർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിനകത്ത് ഞാൻ വേറൊരു സംശയം ചോദിച്ചോട്ടെ. ഇപ്പം ഇതിനകത്ത് നമുക്ക് നാരങ്ങ
അങ്ങനെയുള്ള ഉള്ളിത്തൊലി അതൊക്കെ യൂസ് ചെയ്യാം. അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഇതിനകത്ത് ഇടവേണ്ട സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ഉള്ളിത്തൊലിയൊക്കെ ഇടാം അല്ലേ? ഉള്ളിത്തൊലി എല്ലാം ഇടാം. ഇതിനകത്ത് ഇടവേണ്ട സാധനങ്ങൾ ചിരട്ട, പ്ലാസ്റ്റിക്, പേപ്പർ, അലിയിൽ പോകുന്ന സാധനങ്ങളെല്ലാം ഇതിനകത്ത് പ്രോസസ്സിങ് ആയിക്കോളും. ഇറച്ചി, മീൻ എല്ലാം ഇടാം. പ്ലാസ്റ്റിക്കിന്റെ അംശവും ഉള്ളത് ഉപയോഗിക്കാൻ പാടില്ല, ഇതിനകത്ത് ഇടാൻ പറ്റത്തില്ല. പ്രോസസ്സിങ് അതിനകത്ത് അതുപോലെ കണക്കും വിട്ടിട്ട് ഒരു കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് ഇതിങ്ങനെ ചെയ്യാം. പിന്നെ നമ്മളിപ്പോൾ ഇത് വേസ്റ്റ് ഇട്ടു. ഇപ്പൊ വേസ്റ്റ് ഇട്ടിട്ട് 2 ദിവസം കഴിഞ്ഞ് ഇതിനകത്ത് ഒരു 50 ഡിഗ്രി വരെ നല്ല ചൂട് ഇതിനകത്ത് വരും. അപ്പൊ ഇതിനകത്ത് ആവശ്യമായിട്ട് ഈ വെള്ളം ഇവിടെ വന്ന് സ്റ്റോർ ചെയ്യും. നമ്മൾ ഇത് അടച്ച് കഴിഞ്ഞിട്ട് ഇപ്പൊ ഇതൊക്കെ വേസ്റ്റ് ഇട്ടു അടച്ചു വെച്ചിട്ട് ഇപ്പം ഈ വേസ്റ്റ് ഇപ്പൊ നമ്മൾ ഇട്ട വേസ്റ്റ് 2 ദിവസം കഴിഞ്ഞ് ഇത് പ്രോസസ്സിങ് സ്റ്റാർട്ട് ആവുള്ളൂ. അത് സ്റ്റാർട്ട് ആകുമ്പോൾ ഇതിനകത്ത് വെള്ളം മേലോട്ട് ആവി വന്നുകൊണ്ടിരിക്കും. ഇപ്പൊ ആവശ്യം വരുന്ന വെള്ളം ഇവിടെ വന്ന് സ്റ്റോർ ചെയ്യും. ഇതിന്റെ മുകളിൽ തട്ടിയിട്ട് ഇവിടെ വന്ന് സ്റ്റോർ ചെയ്യും. അപ്പൊ ഈ വെള്ളം എടുത്ത് കളയുക. കളഞ്ഞിട്ട് പിന്നെ ഇതുപോലെ തന്നെ ഇതങ്ങ് സെറ്റ് ചെയ്യുക. സെറ്റ് ചെയ്ത് വെച്ചിട്ട് പിറ്റേ ദിവസം അതുപോലെ തന്നെ 2 ദിവസം 3 ദിവസം കൂടുമ്പോൾ ഈ വെള്ളം ഉണ്ടെങ്കിൽ മാത്രം എടുത്ത് കളയുക. അതുപോലെ വെള്ളം വരും, വരാതിരിക്കില്ല, ആവി വരും. അപ്പൊ അതിനകത്ത് ആ വെള്ളം എടുത്ത് കളയുക. പിന്നെ ഇതിനകത്ത് നമ്മൾ അടുത്ത് ചെയ്യാനുള്ള പറഞ്ഞാൽ ഇപ്പോൾ 2 ദിവസം കൂടുമ്പോൾ ഇത് കൊണ്ട് ഇളക്കി കൊടുക്കുക. നമ്മൾ ഇട്ട വേസ്റ്റ് മൊത്തം ഇപ്പോൾ 10-15 ദിവസമായി അത് മൊത്തം ഇളക്കണമെന്നില്ല. നമ്മൾ ഇട്ട വേസ്റ്റ് 2 ദിവസം മാത്രം അതുകൊണ്ട് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് വന്ന് എയർ സർക്കുലേഷൻ നല്ലതായിട്ട് കിട്ടും, പ്രോസസ്സിങ് നല്ലതായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്, സ്പീഡ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഇത് നമ്മളങ്ങനെ ഇളക്കി കൊടുക്കുന്നത്. പിന്നെ അന്നേരം സ്മൂളും ഫാം ആവുകയില്ല. അപ്പൊ ഇതിപ്പോ നമ്മൾ ഇട്ട് നിറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇത് നിറഞ്ഞു കഴിഞ്ഞിട്ട് ഇതെടുത്ത് താത്ത് വയ്ക്കുക. താളമുള്ള പിന്നെടുത്ത് മേലോട്ട് വയ്ക്കുക. പിന്നെ ഒരു 2 ഒക്കെ ഇപ്പം നമ്മളിപ്പോൾ മാക്സിമം ഒരു 4-5 പേരുള്ള വീട്ടിൽ ഇത് നിറയണമെങ്കിൽ ഒരു 20 ദിവസം 20 to 25 ദിവസം കൊണ്ട് നിറയുള്ളൂ. അപ്പോൾ ഇതെടുത്ത് താത്ത് വയ്ക്കുമ്പോൾ അത് എടുത്ത് മേലെ വെച്ച് ഒരു 25 ദിവസം പിടിക്കും. അതിനുള്ള അത് ഏകദേശം കമ്പോസ്റ്റ് ആവും. അപ്പൊ ഇതെടുത്ത് താത്ത് എടുത്ത് വെക്കാൻ വേറെ ഒന്നുമില്ല. ഇത് മേലത്തെ പാർട്ട് ഇങ്ങനെ എടുക്കുക. ഇത് ലോഡാണ്. ഇപ്പൊ എടുത്ത് ഇങ്ങോട്ട് മാറ്റി അടുത്ത് ഇത് ലോഡാണ്. ഇത് മാറ്റി ഇത് ലോഡ് ഇങ്ങനെ താത്തി. ഇപ്പൊ നമ്മുടെ വേസ്റ്റ് നിറഞ്ഞ പാത്രമാണ് ഏറ്റവും നമുക്ക് അടി വയ്ക്കുന്നത്. ഇപ്പൊ നമ്മള് ഫുള്ളിലായത് അടിയിലായി. അടുത്ത് നമ്മൾ കറക്റ്റ് ചെയ്തു. അടുത്ത് ഇതാണ് നമ്മൾ ലോഡ് ആയത് ഫുള്ളായത് അടുക്കത്ത് ഫ്രീ ആയിട്ടിരിക്കും. ഇപ്പൊ ഇത് യൂസ് ചെയ്യും. ഇത് നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ അടുത്ത് നമ്മൾ മാറ്റി വയ്ക്കുമ്പോൾ ഇതിനകത്ത് പൗഡർ ഇടണം. ഇതുപോലെ ഇങ്ങനെ പൗഡർ നമ്മൾ ഇട്ട് വേണം. ഇപ്പോൾ നേരത്തെ കാണിച്ച പോലെ തന്നെ അപ്പൊ അടുത്ത് അപ്പൊ ഇതിനകത്ത് പൗഡർ ഇട്ടിട്ട് അടുത്ത് അതിന്റെ മുകളിൽ ഇതിനകത്ത് നമ്മൾ സെറ്റ് ചെയ്യും. വേസ്റ്റ് ഇടാനുള്ള സ്റ്റെപ്പ് അടുത്ത് ഇടാനുള്ളത് ഇതിനകത്തും അതുപോലെ തന്നെ ഒരു അരഞ്ച് കിണത്തിന് ഇതിനകത്ത് കുറച്ച് പൊടി ഇട്ടായിരുന്നു. എന്നിട്ടാണ് നമ്മൾ അടുത്ത പിന്നെ യൂസ് ചെയ്യുന്നത്. ഇത്രയേ ഉള്ളൂ. ഇതിനാണ് ഞങ്ങൾ 3 സർവീസാണ് ഞങ്ങൾ കമ്പനിയിൽ നിന്ന് 3 സർവീസാണ് ഞങ്ങൾ ഫ്രീ സർവീസ് തരുന്നത്. അപ്പോൾ ഞങ്ങൾ 7 to 10 ദിവസത്തിനുള്ള ഒരു സർവീസിന് ഞങ്ങൾ വരും. പിന്നെ അതിനകത്ത് ഏതെങ്കിലും പ്രശ്നമാണോ എങ്കിൽ നമ്മൾ അന്നേരം സർവീസ് ടെക്നീഷ്യൻ വന്ന് മാറ്റി തരും, പറഞ്ഞു കൊടുത്തിട്ട് പോകും. പിന്നെ 25 to 30 ദിവസം കൊണ്ട് സെക്കൻഡ് സർവീസിന് വരും. പിന്നെ 55 to 60 ദിവസം മൂന്നാമത് സർവീസിന് ഫസ്റ്റ് കമ്പോസ്റ്റ് ആവും. അപ്പം 3 സർവീസിനുള്ള നമ്മുടെ കമ്പനിയുടെ അഭിപ്രായം എന്ന് വെച്ചാൽ ഇത് 3 കമ്പോസ്റ്റ് ആകും മുന്നേ കമ്പനി തന്നെ വന്ന് ഇതെല്ലാം മൊത്തം പറഞ്ഞു തന്ന് ഇതെല്ലാം മൊത്തം കമ്പോസ്റ്റ് ആക്കി എടുത്ത് കൊടുത്തിട്ട് കമ്പനി പോകും. അപ്പം നമുക്കെല്ലാം പഠിക്കാൻ പറ്റും അല്ലേ? നമുക്കെല്ലാം പഠിക്കാൻ പറ്റും. അതെ, പ്രത്യേകിച്ച് സ്റ്റീവൻ ചേട്ടൻ ഇതിനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റാണ്. കാര്യം എന്ന് വെച്ചാൽ നമ്മളിവിടെ പല വേസ്റ്റ് കമ്പോസ്റ്റൊക്കെ ഉണ്ടാക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്, കുറച്ചൊക്കെ വിജയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഏതായാലും ഒരു അടിപൊളി സംഭവമാണ്. ഏതായാലും ഇഷ്ടപ്പെട്ടു. പിന്നെ ഞങ്ങൾ ഏതെങ്കിലും പ്രശ്നമാണെങ്കിൽ ഞങ്ങളെ വിളിക്കുക. എല്ലാ ഡിസ്ട്രിക്റ്റിലും ഞങ്ങൾക്ക് ഡിസ്ട്രിബ്യൂട്ടർമാരുണ്ട്.
ഞങ്ങളുടെ ഓഫീസ് ഗെറ്റ് ഓഫീസ് ഞങ്ങളുടെ ചങ്ങനാശ്ശേരിയാണ്. കുരിസുമൂടാണ് ഞങ്ങളുടെ ഗെറ്റ് ഓഫീസ്. ഇവിടെ ഞങ്ങളുടെ അടുത്തുള്ളത് ഇവിടെ അടുത്തുള്ള അങ്കമാലിലും ഉണ്ട്, തൃശ്ശൂരിലുണ്ട്, ത്രിപുരയിലുണ്ട്. ഇവിടെ എല്ലാം ഞങ്ങൾ അടുത്ത എല്ലാ ഡിസ്ട്രിക്റ്റിലും ഉണ്ട്. വെച്ചിട്ട് ഉടനെ ഇത് നല്ലതായിട്ട് വേണം നമ്മൾ അടച്ചു വയ്ക്കുക. ചിലവർ കൊണ്ടുവന്ന് ഇട്ടിട്ട് പെട്ടെന്ന് തിരുത്തി വെച്ചുകൊണ്ട് ഇങ്ങനെ വെച്ചിട്ട് അങ്ങ് പോകും. അപ്പോൾ അതിനകത്ത് ഒരു കരുത്ത് കഴിച്ചുകൊണ്ട് ജോൾജസ് പ്ലേ ആണ് അതിനെ പറയുന്നത്. അത് ഇതിനകത്ത് കയറി അത് മുട്ടയിട്ടിട്ട് പോകും. ആ മുട്ടയാണ് പുളുവാകുന്നത്. പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട്. നമ്മൾ വീട്ടിൽ വരുന്ന വേസ്റ്റ് അന്നേരം ഒരു പാത്രത്തിലോട്ട് അടച്ചു വെക്കുക. പറ്റുന്നോളം നമ്മൾ ഈ വേസ്റ്റിനെ പറഞ്ഞ് ഇവിടെ അന്നേരം വേസ്റ്റ് വന്നു, അന്നേരം ഇടാൻ ചിലവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. തുറക്കണ്ട. അപ്പൊ ഞാൻ വേറെ ഒരു സംശയം ചോദിച്ചോട്ടെ. അപ്പൊ നമ്മളുടെ വീട്ടിലുള്ള വേസ്റ്റ് ആയാലും നമ്മൾ മാക്സിമം അടച്ചു വെക്കും. പക്ഷേ തുറന്നിരുന്നാലും വൈകിട്ടെങ്കിലും ഇതിൽ നിക്ഷേപിക്കാനായിട്ട് ശ്രദ്ധിക്കണം. നമ്മളുടെ സാധനത്തിൽ പുഴു വരാനും ചാൻസസ് കൂടുതൽ. അപ്പൊ അത് വരാതെ നമ്മൾ നോക്കണമെങ്കിൽ നമ്മൾ വേസ്റ്റ് അടച്ചു വെക്കുക. അതുപോലെ ഈ അടപ്പും ഇതുപോലെ തന്നെ കറക്റ്റായിട്ട് അടച്ചു വെക്കുക. പിന്നെ നമ്മൾ തുറന്നിട്ട് ആ തുറന്നു വെച്ചും ചെടിത്തോട്ടത്തിൽ നനയ്ക്കാൻ പോകരുത്. അങ്ങനെ വേസ്റ്റ് ഇട്ട് അടച്ചോളാം, അന്നേരം തന്നെ അടച്ചോണം. അപ്പൊ ഇത് നമുക്ക് എവിടെയൊക്കെ, അതായത് വീടിന്റെ അകത്ത് വെക്കുന്നതിൽ കുഴപ്പമുണ്ട്. കാര്യം ഒരുപാട് പേർക്ക് ഒരു ഡൗട്ട് ഉണ്ടാകും. സ്ഥലപരിമിതി ഉള്ളവർക്ക്, ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് പുറത്ത് വെക്കാനുള്ള സംവിധാനം ഇല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഇത് നമുക്ക് ഈ എയർ സർക്കുലേഷൻ കിട്ടുന്നത് എവിടെയാണോ, ഇത് എയർ സർക്കുലേഷൻ കിട്ടുന്നത് എവിടെയാണെങ്കിൽ നമുക്ക് ഇത് വെക്കാം. ഞങ്ങൾ ഗവൺമെന്റ് സ്ഥാപനത്തിൽ തിരുവനന്തപുരത്ത് ഞങ്ങൾ വെച്ചിട്ടുണ്ട്, എറണാകുളം ഫ്ലാറ്റിലൊക്കെ വെച്ചിട്ടുണ്ട്. എയർ സർക്കുലേഷൻ ഇതിന് മെയിനായിട്ട് കിട്ടണം. എയർ സർക്കുലേഷൻ കിട്ടുന്നത് എവിടെയാണെങ്കിലും ഈ സാധനം നമുക്ക് വെക്കാം. അടുക്കളയിൽ വെക്കാം, എയർ സർക്കുലേഷൻ കിട്ടണം. അത് മാത്രമേ ഉള്ളൂ ഇതിന് മെയിനായിട്ട്. യാതൊരുവിധ സ്മെല്ലും അങ്ങനത്തെ ഒന്നും ഇല്ലാത്ത കാരണം വെച്ചാൽ വെക്കാം. അതിനുള്ള എയർ സർക്കുലേഷൻ മാത്രം വേണം. എയർ കിട്ടാവുന്ന സംവിധാനമുള്ള എവിടെയും നമുക്ക് വെക്കാം. ഇപ്പൊ ബാൽക്കണിയിലോ എവിടെ കൊണ്ടുവന്ന് വെച്ചാലും അതിപ്പോ നല്ല കളറുണ്ട്. ഇതിന്റെ മുകളിലൊരു ചെടിച്ചട്ടിയും ചേർത്ത് വെച്ചാൽ നമ്മുടെ നാട്ടിൽ വേസ്റ്റിന്റെ പ്രശ്നങ്ങളെല്ലാം പരിഹാരമായിട്ടാണ് ഈ ജീബിൻ എന്ന് പറഞ്ഞ ഈ ഒരു വേസ്റ്റ് കമ്പോസ്റ്റ് ആക്കുന്ന പ്രോഡക്റ്റ് വന്നിരിക്കുന്നത്. എന്തായാലും ഞങ്ങളിത് യൂസ് ചെയ്യാനായിട്ട് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമ്മളിപ്പോ ഇനി ഇത് അകത്തെടുത്ത് വെക്കാനും ഉദ്ദേശിച്ചാണ്. കാരണം മഴവെള്ളം ഒന്നും വീഴണ്ട. അപ്പൊ അതുപോലെ പുറത്ത് വെച്ചാലും സൈഡിൽ വെച്ചാലും ഇപ്പൊ വീടിന്റെ സൺസൈഡിന്റെ അടിയിൽ വെക്കാം. പക്ഷെ അത് ഞാൻ വെക്കാത്തതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ ഇതിപ്പോ നല്ല ഭംഗിയാണ്. അപ്പൊ സൺസൈഡിന്റെ അടിയിൽ വെച്ചാൽ ഇതിന്റെ സൈഡിൽ വെച്ചാലും വെള്ളമൊക്കെ തെറിച്ച് അപ്പൊ ചെളിയൊക്കെ വന്നു കഴിയുമ്പോ ഇത്തിരി ഭംഗി പോകും. അപ്പൊ ഏതായാലും ഇത്രയും ഭംഗിയിലുള്ള ഒരു സാധനത്തിന് അവിടെ നമ്മളുടെ ഷെഡിന്റെ ഉള്ളിൽ വെച്ചിരിക്കാന്ന് വിചാരിച്ചു. നമ്മൾ ശരിക്കും സെറ്റ് ചെയ്യാനുള്ള സൗകര്യത്തിന് വേണ്ടിയാണ് ഇവിടെ പുറത്ത് വെച്ചത്. നമുക്ക് വീഡിയോ പിടിക്കാനും കൂടി നിങ്ങളെ പരിചയപ്പെടുത്താൻ. കാരണം ഞങ്ങൾ മാത്രം പഠിച്ചാൽ പോരല്ലോ, കേരളത്തിലുള്ള എല്ലാവരും പഠിക്കണം. കേരളത്തിൽ നിന്നല്ല മൊത്തം. അപ്പോൾ അതിനു വേണ്ടിയാണ് ഇനി ഇത് നമ്മളെടുത്ത് നമ്മളുടെ ഷെഡിൻ്റെ ഉള്ളിലേക്ക് സ്ഥാപിക്കാൻ പോകും. വേസ്റ്റ് സാധനങ്ങൾ ഇടാനുള്ള ജീബിൻ സെറ്റ് ചെയ്തു. അപ്പോൾ നമ്മുടെ വേസ്റ്റ് കമ്പോസ്റ്റ് ആക്കി മാറ്റാനുള്ള സംവിധാനം കാര്യങ്ങളും ചെയ്തിട്ട് ഇന്നിപ്പോൾ നമ്മുടെ കമ്പനിയിൽ നിന്ന് ഇത് സെറ്റ് ചെയ്ത പാർട്ടി 2 പ്രാവശ്യം വന്നു പോയി. 3-ാം പ്രാവശ്യം വന്നത് കമ്പോസ്റ്റ് എടുക്കാനാണ്. അപ്പോൾ അതിനിപ്പോൾ നാളെ കഴിഞ്ഞ് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ വന്നേക്ക് മുമ്പ് നമ്മളൊന്ന് ചെയ്തു നോക്കാം, എന്തായി കണ്ടീഷൻ എന്ന് കാണാമെന്ന് വിചാരിച്ച് ഞാൻ ഇത് തുറക്കാൻ പോകും. ഇത് നമ്മളുടെ സെക്കൻഡ് ബിന്നാണ്. അപ്പോൾ ഇതിനകത്ത് ഏകദേശം കുറച്ചും കൂടി ആവാനുണ്ട്, കറക്റ്റ് ആയിട്ടില്ല. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇതിൻ്റെ അടിയിലെ കണ്ടീഷൻ എന്തായെന്ന് നോക്കാം. ഇത് കൊള്ളാം, ഇത് ആയിട്ടുണ്ട്. നല്ല തിക്കായിട്ടിരിക്കുകയെന്ന് തോന്നുന്നു. അതെ അതെ, കുഴപ്പമില്ല. ഒരു കയ്യിലൊക്കെ ചെടിയുടെ ചോട്ടിൽ ഇട്ട് കൊടുത്താൽ മതി അല്ലേ? നമുക്ക് കൊണ്ട് ഇട്ടാം. അപ്പോൾ നമുക്ക് ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇനി അവർ വന്നത് നോക്കണ്ട. കൊള്ളാമല്ലേ? ഇത് കണ്ടീഷനായിട്ടുണ്ട്. ആദ്യ തവണ ആയതുകൊണ്ട് നമുക്ക് കൈക്ക് എടുക്കാനൊരു മടി. ഇതിനകത്ത് ഇപ്പോൾ ഒന്നുമില്ല, കൈക്ക് വരാവുന്ന സാധനം തന്നെ, കുഴപ്പമൊന്നുമില്ല. ഞാൻ ആദ്യം മടിയായിട്ടാണ് ഞാൻ ഇതുപോലെയൊക്കെ എടുത്ത്. അപ്പോൾ നമുക്ക് നമ്മളുടെ വേസ്റ്റ് കമ്പോസ്റ്റാക്കി മാറ്റി. ഇത്രയും കിട്ടി, ഒരു ബിന്നിൽ നിന്ന് കിട്ടിയതാണത്. ഒരു 5-8 കിലോ ഉണ്ടാവും എന്ന് തോന്നുന്നു. അപ്പോൾ നമുക്കിത് കുറച്ച് ചെടിക്ക് വാരിയിട്ട് കൊടുത്തു നോക്കാം. നമ്മുടെ കസ്തൂരി മഞ്ഞൾ നമ്മുടെ കസ്തൂരി മഞ്ഞൾ നല്ല സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ കുറച്ച് അവർക്കാണ് കൊടുക്കാം ഫസ്റ്റ്. അപ്പോൾ തീർച്ചയായും
തീർച്ചയായും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. ഇത് വാങ്ങിക്കാനായിട്ട് ഒരുപാട് പേർക്ക് താല്പര്യം ഉണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സുകളൊക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. വാങ്ങിക്കാനാണെങ്കിലും ഡൗട്ട്സുകൾ ക്ലിയർ ചെയ്യാനാണെങ്കിലും ഒക്കെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ ഫസ്റ്റ് കമൻറ്റായും ഞാൻ നമ്പേഴ്സ് വയ്ക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കമൻസുകളൊക്കെ താഴെ എഴുതാനായിട്ട് മറക്കരുത്. ആദ്യമായിട്ടാണ് നമ്മുടെ കൃഷിലോകം ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്നുകൂടി സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ മറ്റൊരു അറിവുമായിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.